എപ്പിസോഡ് തുടങ്ങുന്നത് തന്നെ നമ്മുടെ ഷിന്യുവിനെയും അതേപോലെ തന്നെ ജോയിനെയും കാണിച്ചുകൊണ്ടാണ്. അവിടെയാണെങ്കിൽ അവർ രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. നമ്മുടെ ഷിന്യു ആണെങ്കിൽ ജോയുടെ അടുത്ത് പറയും, അതായത് അവൻ അവളെ ഭയങ്കര ഇഷ്ടമാണ് എന്ന്. എന്നാൽ നമ്മുടെ ജോയ് ആണെങ്കിൽ അവനെ പിടിച്ചു മാറ്റും. എന്നിട്ട് ചോദിക്കും, നിനക്കാണെങ്കിൽ ഓൾറെഡി ഒരു റിലേഷൻ ഉള്ളതല്ലേ, എന്നിട്ട് എന്തിനാ എൻ്റെ അടുത്ത് ഇഷ്ടമാണെന്ന് പറയുന്നത്? അപ്പോൾ അവൻ പറയും, ഇപ്പോൾ ആ റിലേഷനിലില്ല, ഞാനത് ബ്രേക്ക് ചെയ്തു എന്ന്. എന്നാൽ നമ്മുടെ ജോയ് ആണെങ്കിൽ അവൻ പറഞ്ഞതൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ റെഡി ആയിരുന്നില്ല. അവൾ പറയും, ഇല്ല നീ ഇനി എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ രണ്ടുപേരും തമ്മിൽ ഒരിക്കലും സെറ്റാകാൻ പോകുന്നില്ല, എനിക്ക് അതിനെ ഒട്ടും താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് അവനെ ഒത്തിരി പറഞ്ഞ് അവിടെ നിന്നങ്ങ് പോവും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ ഷിന്യു ആണെങ്കിൽ അവൻ്റെ വീട്ടിൽ വന്നിട്ട് ആലോചിക്കുന്നത്. അവിടെയാണെങ്കിൽ അവൻ്റെ എക്സ് ഗേൾ ഫ്രണ്ട് ഇല്ലേ, അവളാണെങ്കിൽ ഇവൻ്റെ അടുത്ത് പറയും, എനിക്കറിയാം നിനക്കാണെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിൻ്റെ പിന്നിൽ എന്തെങ്കിലുമൊക്കെ റീസൺ കാണുമോ എന്ന്. അപ്പോൾ നമ്മുടെ ഷിന്യു അവളുടെ അടുത്ത് ഓപ്പണായിട്ട് പറയും, അതായത് ജോയിനെ അവന് ഇഷ്ടമാണ് എന്ന്. എന്നാൽ നമ്മുടെ ആ യൂനെ ഉണ്ടല്ലോ, അവളാണെങ്കിൽ ഇതൊന്നും വിശ്വസിക്കാൻ റെഡി ആവത്തില്ല. അവൾ പറയും, ഓക്കെ ഞാൻ എന്തായിരുന്നാലും കുറച്ച് നാൾ ഇവിടെ നിന്ന് മാറി നിൽക്കാൻ പോവുക, നീ ആണെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സമാധാനമായിട്ട് ആലോചിച്ചിട്ട് എൻ്റെ അടുത്ത് അഭിപ്രായം പറഞ്ഞാൽ മതി. സത്യം പറഞ്ഞാൽ നമ്മൾ ഇന്നലെയും തുടങ്ങിയ റിലേഷനൊന്നും അല്ലല്ലോ, നമ്മുടെ റിലേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടിപ്പോൾ കുറേ കാലമായില്ലേ, അതുകൊണ്ട് തന്നെ ഞാൻ നിനക്ക് ടൈം തരാമെന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്നങ്ങ് പോവും. അതേ ടൈമിൽ തന്നെ നമ്മുടെ ജോയിനെ കാണിക്കും. അവളും അവിടെ നിന്ന് ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക. അവൾ വിചാരിക്കും, എന്നാലും ആ ഷിന്യു എന്നെ കിസ് ചെയ്തപ്പോൾ ഞാൻ എന്തിനാ കണ്ണടച്ചേ, ഞാൻ എന്തിനാ അത് അക്സെപ്റ്റ് ചെയ്ത് കൊടുത്തേ, അപ്പോൾ തന്നെ ഞാൻ അവനെ പിടിച്ച് തള്ളേണ്ടതായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അവളിങ്ങനെ ഓരോന്ന് ആലോചിക്കും. കൂട്ടത്തിൽ തന്നെ അവക്കാണെങ്കിൽ നമ്മുടെ ഈ ഷിന്യുവിൻ്റെ എക്സ് ഗേൾ ഫ്രണ്ട് ആയിട്ടുള്ള യൂനയില്ലേ, അവൾ വന്നിട്ട് നമ്മുടെ ജോയിയുടെ കവളത്തായിട്ട് അടിക്കത്തില്ലേ, അതും ഓർമ്മ വരും. അവൾ വിചാരിക്കും, അല്ല ഞാനെന്തിനാ അവളുടെ കയ്യിൽ നിന്ന് ആവശ്യമില്ലാതെ അടി വാങ്ങിച്ചത്, അങ്ങനെ ഇപ്പോൾ ഞാൻ അടി വാങ്ങിക്കേണ്ട ഒരാവശ്യവും ഇല്ല, അതവൾക്ക് തിരിച്ചു കൊടുക്കുക തന്നെ വേണം എന്നും പറഞ്ഞിട്ട് അവളാണെങ്കിൽ നമ്മുടെ ഈ യൂനയ്ക്ക് മെസ്സേജ് അയക്കും. പിന്നീട് കാണിക്കുന്ന നമ്മുടെ ഈ യൂനേനെയാണ്. അവളാണെങ്കിൽ ഇപ്പോൾ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ഒരു സീനിൽ കാണിച്ചില്ലായിരുന്നോ, അതായത് നമ്മുടെ ഷിന്യുവിൻ്റെ ഗേൾ ഫ്രണ്ടിന് ഷിന്യു അല്ലാതെ വേറൊരുത്തനുമായിട്ട് അടുപ്പമുള്ളത്. ഇപ്പോൾ അവൻ്റെ കൂടെ അവൻ്റെ ഹോട്ടലിലാണ് അവൾ ഇരിക്കുന്നത്. അതേസമയം തന്നെ നമ്മുടെ ജോയ് ആണെങ്കിൽ അവൾക്ക് മെസ്സേജ് അയക്കും. എന്നിട്ട് പറയും, എനിക്ക് ആവശ്യമില്ലാത്ത അടിയൊന്നും ഞാൻ വാങ്ങിച്ചു വെക്കേണ്ട ഒരു ആവശ്യവും ഇല്ല, നമുക്ക് എന്തായിരുന്നാലും നാളെ മീറ്റ് ചെയ്യണമെന്നും പറഞ്ഞിട്ട് അവളൊരു മെസ്സേജ് അയച്ചിട്ടേക്കും. ഇത് നമ്മുടെ യൂന കാണും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന അടുത്ത ദിവസമാണെങ്കിൽ നമ്മുടെ ജോയും അതേപോലെ തന്നെ യൂനയും കൂടി മീറ്റ് ചെയ്യുന്നതാണ്. അവർ രണ്ടുപേരും സംസാരിക്കും. അപ്പോൾ നമ്മുടെ ജോ പറയും, ഞാൻ എന്തായിരുന്നാലും നിന്റെ കയ്യിൽ നിന്ന് അടി വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അത്രയ്ക്കും വലിയ തെറ്റൊന്നും ചെയ്തിട്ടില്ല. ഇത് കേൾക്കുന്നത് നമ്മുടെ യൂന പറയാൻ തുടങ്ങും, സത്യം പറഞ്ഞ് ഇന്നലെ രാത്രി എനിക്ക് ഓർക്കവേ വരുന്നുണ്ടായിരുന്നില്ല. അത് കേൾക്കുമ്പോൾ നമ്മുടെ ജോ ചോദിക്കും, അല്ല സത്യം പറഞ്ഞാൽ അടി വാങ്ങിച്ചത് ഞാനല്ലേ, അടി തന്ന നീ എന്തിനാ ഇങ്ങനെ ഉറങ്ങാതിരിക്കുന്നത്, അതിന് വേണ്ടിയിട്ടുള്ള എന്ത് റീസണാണ് നിന്റെ കയ്യിലുള്ളത് എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് സംസാരിക്കും. അക്കൂട്ടത്തിൽ നമ്മുടെ ജോയാണെങ്കിൽ ഈ യൂനയില്ലേ, അവളുടെ മുഖത്തായിട്ട് വെള്ളം ഒഴിക്കാൻ വേണ്ടിയിട്ട് ഗ്ലാസ് എടുത്തായിരുന്നു. എന്നാൽ അവൾ പെട്ടെന്ന് വിചാരിക്കും, അതിൻ്റെ ഒന്നും ഒരു ആവശ്യവും ഇല്ല. എന്നിട്ട് നമ്മുടെ ജോ ചോദിക്കും, നിന്റെ ബോയ് ഫ്രണ്ട് നിന്റെ അടുത്ത് സത്യം ഒന്നും പറഞ്ഞില്ല എന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം എന്നും പറഞ്ഞിട്ട് നമ്മുടെ ജോയാണെങ്കിൽ ഈ യൂനയെടുത്ത് നടന്ന കാര്യം എല്ലാം പറയും. എന്നാൽ അവൾ ഇന്നലെ രാത്രി നടന്നത് മാത്രം പറയത്തില്ല. അതേസമയം നമ്മളെ ഷിന്യുവിനെ കാണിക്കും. അവനാണെങ്കിൽ ഇപ്പോൾ ഭയങ്കര ടെൻഷനിലായിരുന്നു. അവൻ അറിയത്തില്ല ഇപ്പോൾ എന്താ ചെയ്യേണ്ടേ എന്ന്. അവസാനം ടെൻഷൻ കാരണം അവൻ നമ്മുടെ ജോയിനെ അവൻ്റെ ഓഫീസിലോട്ട് വിളിക്കും. അങ്ങനെ നമ്മുടെ ജോയ് ആണെങ്കിൽ അവൻ്റെ ഓഫീസിൽ വരുന്നതും അവളാണെങ്കിൽ ഡ്യൂട്ടിക്കാരുമായിട്ട് കുറേ ബിൽഡിങ്ങിൻ്റെ കാര്യമൊക്കെ സംസാരിക്കും. ഇത് കേൾക്കുന്നേ നമ്മുടെ ഷിന്യു ചോദിക്കും, അല്ല നിനക്ക് ഇത് മാത്രമേ എൻ്റെ അടുത്ത് പറയാനുള്ളൂ? അപ്പോൾ നമ്മുടെ ജോ പറയും, ഇല്ല എനിക്ക് നിൻ്റെ അടുത്ത് വേറെ ഒരു കാര്യം പറയാനുണ്ട്. ഞാൻ വരുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് യൂനേനെ കണ്ടിട്ടാണ് വന്നത്. അവളുടെ അടുത്ത് നീ പറയാത്തതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ തുറന്നു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഷിന്യു ചോദിക്കും, നീ ഇന്നലത്തെ കാര്യവും പറഞ്ഞോ? അപ്പോൾ നമ്മുടെ ജോ പറയും, ഇല്ല ഞാനത് പറഞ്ഞില്ല, എനിക്കറിയാം അത് നിൻ്റെ ഭാഗത്തുനിന്നുണ്ടായ ചെറിയൊരു തെറ്റാണ് എന്ന്, അതിന് ഞാൻ വലിയ വാല്യൂവും കൊടുത്തിട്ടില്ല. ഇത് കേൾക്കുന്നേ നമ്മുടെ ഷിന്യു അങ്ങ് ഒരുമാതിരിയാവും. അവൻ ചോദിക്കും, ഓഹോ അപ്പോൾ നീ അതിന് വലിയ കാര്യമായിട്ട് എടുത്തിട്ടില്ല അല്ലേ, അതെന്തായിരുന്നാലും ഇപ്പോഴെങ്കിലും എൻ്റെ അടുത്ത് പറഞ്ഞത് കാര്യമായി, ഞാനത് ആലോചിച്ച് ടെൻഷൻ അടിച്ചിരിക്കുമായിരുന്നു. അപ്പം നമ്മുടെ ജോ പറയും, ഇത് നമ്മുടെ ഡ്യൂട്ടി കാര്യമായിട്ടുള്ള കാര്യത്തിൻ്റെ പേരിലാണ് ഞാനിപ്പോൾ നിന്നെ മീറ്റ് ചെയ്യാൻ വന്നത്. നീ ഇതിൻ്റെ പേരിൽ എന്നെ വിളിക്കാനോ അതേപോലെ തന്നെ മെസ്സേജ് അയക്കാനോ ശ്രമിക്കേണ്ട, എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ഡ്യൂട്ടി ഫോണിൽ മാത്രം വിളിച്ചാൽ മതി എന്നും പറഞ്ഞിട്ട് നമ്മുടെ ജോയാണെങ്കിൽ ഇത്തിരി ധൃതിയിലാണെന്നും പറഞ്ഞ് വേഗം തന്നെ അവിടെ നിന്നങ്ങ് ഇറങ്ങും. അവൾ പുറത്തോട്ട് ഇറങ്ങുമ്പോഴാണെങ്കിൽ അവൾ സ്വന്തമായിട്ട് വിചാരിക്കും, സത്യം പറഞ്ഞാൽ ഇവൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ എനിക്ക് യാതൊരു ബന്ധവും ഇല്ലേ, എന്നെ അത് ബാധിക്കുന്ന കാര്യമല്ലേ എന്നും പറഞ്ഞ് അവൾ സങ്കടപ്പെട്ട് നിൽക്കുന്നതും അവിടെയായിട്ട് നമ്മുടെ വണ്ണു വരും. അവിടെയാണെങ്കിൽ നമ്മുടെ ജോയിനെ ചിരിപ്പിക്കാൻ വേണ്ടിയിട്ട് അവനൊരു കോമഡി പറയും. എന്നാൽ നമ്മുടെ ജോ ചിരിക്കത്തൊന്നുമില്ല. സത്യം പറഞ്ഞാൽ നമ്മുടെ വണ്ണാണെങ്കിൽ അങ്ങ് സ്വന്തമായിട്ട് ചിരിക്കും. അത് കാണുന്നത് നമ്മുടെ ജോയ്ക്ക് അങ്ങ് ഭയങ്കര ചിരി വരും. അവൾ നിന്ന് ചിരിക്കും. ഇതേ സമയം തന്നെ പുറത്തായിട്ട് നമ്മുടെ ഷിന്യു വരുമായിരുന്നു. അവൻ വന്നിട്ട് ചോദിക്കും, നിനക്ക് എന്തോ തിരക്കുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം എന്താ തിരക്കൊന്നുമില്ല. അപ്പം നമ്മുടെ ജോ പറയും, ഇല്ല എന്തായിരുന്നാലും വണ്ണിനോട് എനിക്ക് ഒരുപാട് താങ്ക്സ് ഉണ്ട്, അവൻ എൻ്റെ മൂടിപ്പോൾ നന്നാക്കിയില്ലേ എന്നും പറഞ്ഞിട്ട് അവൾ അവിടെ നിന്നങ്ങ് പോകും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ ജോയാണെങ്കിൽ ഒരു കൊച്ചുമായിട്ട് ഒരു പാർക്കിലായിട്ട് വന്നിരിക്കുമായിരുന്നു. അവിടെയാണെങ്കിൽ അവൾ നമ്മുടെ ഷിനുവിനെ പറ്റി പറയും. ഇത് കേൾക്കുന്ന ഞാൻ കൊച്ചു പറയും, സത്യം പറഞ്ഞാൽ ഷിനുവിനെ പറ്റി ഞാൻ കേട്ടതനുസരിച്ച് അവൻ അത്ര മോശപ്പെട്ട ആളാണെന്നൊന്നും അല്ല ഞാൻ കേട്ടെ, അവൻ നല്ല ആളാണെന്നൊക്കെ അറിഞ്ഞത്. അപ്പോൾ നമ്മുടെ ജോ പറയും, അത് ഇങ്ങനെ പുറമേ ഉള്ള രീതിയിൽ അവനെ പറ്റി അങ്ങനെ
അങ്ങനെ തോന്നുന്നത്. യഥാർത്ഥത്തിൽ അവൻ ഭയങ്കര മോശമായിട്ടുള്ളൊരാളാ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജോ ഇരുന്ന് സംസാരിക്കും. ഇത് കേൾക്കുന്ന ഞാൻ കൊച്ചു പറയും, എനിക്ക് ഒരു സംഭവം ഉണ്ടായി, എനിക്കാണെങ്കിൽ ഒരു പെണ്ണിനെ ഒട്ടും ഇഷ്ടമല്ല, എന്നാൽ അവളാണെങ്കിൽ എൻ്റെ കയ്യിൽ കയറി പിടിച്ചു, എനിക്ക് അവളുടെ കൈ തട്ടി മാറ്റാൻ പറ്റിയില്ല. ഇത് കേൾക്കുന്ന നമ്മുടെ ജോ ചോദിക്കും, അല്ല ആ പെൺകൊച്ചിൻ്റെ കൈ നീ എത്ര നേരമാണ് പിടിച്ചത്? അപ്പോൾ ആ കൊച്ചിറക്കാൻ പറയും, ഏകദേശം ഒരു 10 മിനിറ്റെങ്കിലും പിടിച്ചു കാണും. അപ്പോൾ നമ്മുടെ ജോയാണെങ്കിൽ അവന് അഡ്വൈസ് കൊടുക്കും, അതായത് നിനക്ക് അവളെ യഥാർത്ഥത്തിൽ ഇഷ്ടമാ, എന്നാ നീ ഡിനയൽ ഫേസിൽ കൂടെ കടന്നു പോകുന്നത്, അതായത് നിന്റെ മൈൻഡ് പറയുന്നത് അവളെ ഇഷ്ടമല്ല എന്നും, എന്നാൽ നിനക്ക് അവളുടെ അടുത്ത് ചെറിയൊരു ഇഷ്ടവും ഉണ്ട്, നീ അത് അക്സെപ്റ്റ് ചെയ്യാൻ റെഡിയല്ല. അപ്പോൾ ഇത് കേൾക്കുന്ന അവൻ ചോദിക്കും, അതിന് ചേച്ചിക്കാണെങ്കിൽ ഇതിനകത്ത് വലിയ എക്സ്പീരിയൻസ് ഒന്നും ഇല്ലല്ലോ, എന്നിട്ട് നിങ്ങൾ എങ്ങനെ എനിക്ക് ഈ അഡ്വൈസ് ഒക്കെ തരുന്നത്? നിങ്ങൾ പറയുന്നതൊക്കെ സത്യമാണെന്ന് ഞാൻ എങ്ങനെ വിശ്വസിക്കും? അപ്പോൾ നമ്മുടെ ജോ പറയും, ഞാനും ഇപ്പോൾ ഏകദേശം അതേപോലത്തെ ഒരു ഫേസിൽ കൂടെ കടന്നു പൊയ്ക്കൊണ്ടിരിക്കുന്നേ എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജോ ഇങ്ങനെ ഇരുന്ന് ഓരോന്ന് ആലോചിക്കുമ്പോൾ അവൾ വിചാരിക്കും, അതായത് ഈ യൂണിയെടുത്ത് സംസാരിച്ച കാര്യങ്ങൾ സത്യം പറഞ്ഞാൽ നമ്മുടെ ജോ വിചാരിച്ചത് നമ്മുടെ ഷിന്യു ഇല്ലേ, അവനാണെങ്കിൽ അവൻ്റെ എക്സ് ഗേൾഫ്രണ്ടിൻ്റെ അടുത്ത് നമ്മുടെ ഈ ജോയുടെ കാര്യമൊക്കെ പറഞ്ഞു എന്നാ. സത്യത്തിൽ അങ്ങനെ അല്ലായിരുന്നല്ലോ സംഭവം, അവൾക്കൊരു ഫോട്ടോ കിട്ടിയതല്ലേ. അപ്പോൾ ഈ യൂന പറയും, എനിക്കൊരു അൺനോൺ നമ്പറിൽ നിന്ന് കുറച്ച് ഫോട്ടോസ് കിട്ടിയതാ എന്ന്. ഇത് കേൾക്കുന്നത് നമ്മുടെ ജോ ഭയങ്കര ഷോക്കായിപ്പോൾ. അവൾ ചോദിക്കും, എന്നാലും നിനക്ക് ഫോട്ടോസൊക്കെ ആരാ അയച്ചു തന്നേന്ന്. അപ്പോൾ ഈ യൂന പറയും, അതൊന്നും എനിക്കറിയത്തില്ല, അതൊരു അൺനോൺ നമ്പർ ആയിരുന്നു എന്ന്. നമ്മുടെ ജോ ഇപ്പം അതാലോചിച്ച് ഭയങ്കര ടെൻഷനായിരുന്നു. അതായത് അവളെ ആരോ ഇപ്പോൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുമല്ലേ. അതിനുശേഷം കാണിക്കുന്ന നമ്മുടെ ഷിന്യുവിനെയാണ്. അവനും ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഇതേ കാര്യം തന്നെ. അവനാണെങ്കിൽ ആ നമ്പറൊക്കെ എടുത്തിട്ട് അതിനെ ട്രാക്ക് ചെയ്യാൻ നോക്കും. അതേപോലെ തന്നെ അവൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിച്ചിട്ടും ഇക്കാര്യം ഏൽപ്പിക്കും, അതായത് ഇവരുടെ ഫോട്ടോസ് ഇവരുടെ പെർമിഷൻ ഇല്ലാതെ ആരോ ക്ലിക്ക് ചെയ്യുന്നുണ്ട് എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ ജോയാണെങ്കിൽ ഇങ്ങനെ നടന്നു വരാൻ നേരത്ത് വണ്ണു വന്നിട്ട് ഇവളെ കാറിൽ പിക്ക് ചെയ്യുന്നതാണ്. എന്നിട്ട് വണ്ണി ചോദിക്കും, നീ ഷിന്യു തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ ഇപ്പോൾ സോൾവ് ആയോ എന്ന്. അപ്പോൾ അവൾ പറയും, ചെറുതായിട്ടൊക്കെ സോൾവ് ആയിട്ടുണ്ട്. അക്കൂട്ടത്തിൽ നമ്മുടെ വണ്ണാണെങ്കിൽ അവളുടെ അടുത്ത് ചോദിക്കും, എനിക്കാണെങ്കിൽ ഒരു പാർട്ടിക്ക് പോകണമായിരുന്നു, സത്യം പറഞ്ഞാൽ എനിക്ക് ആ ഈവൻറ്റ് അറ്റൻഡ് ചെയ്യണമെന്ന് ഒരു ആഗ്രഹമില്ല, പക്ഷേ നീയും കൂടി വന്നിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് പറയും. ഇത് കേൾക്കുന്നേ നമ്മുടെ ജോ ചോദിക്കും, അല്ല നിനക്ക് പോകാൻ താല്പര്യമില്ലാത്തടുത്ത് എന്നെ എന്തിനാ വിളിച്ചുകൊണ്ട് പോകുന്നത്? ഇത് കേൾക്കുന്നേ നമ്മുടെ വണ്ണിനാണെങ്കിൽ പറയാൻ വേണ്ടിയിട്ട് ആൻസേഴ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവർ രണ്ടുപേരും ഓരോന്ന് സംസാരിക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഷിന്യുവിൻ്റെ അമ്മേനെയാണ്. അവരാണെങ്കിൽ ഇതേപോലെ ഒരു പാർട്ടിക്ക് പോകാൻ വേണ്ടിയിട്ട് ഷിന്യുവിൻ്റെ അച്ഛനെ വിളിക്കും. എന്നാൽ അയാളാണെങ്കിൽ ഭയങ്കര ബിസി ആയിരുന്നു. അയാൾ നമ്മുടെ ഷിന്യുവിൻ്റെ അമ്മയെടുത്ത് പറയും, ഞാൻ കുറച്ച് തിരക്കാണ്, നീ തനിച്ചങ്ങ് പോയാൽ മതി എന്ന്. അവരങ്ങനെ അവസാനം ഡെസ്റ്റിനേഷനിലെത്തും. അവിടെയാണെങ്കിൽ എല്ലാവരും കപ്പിൾസ് ആയിരുന്നു. ഇവർ ഭയങ്കര സങ്കടപ്പെട്ടിട്ട് അവിടെ നിന്ന് പോകാനായിട്ട് ഒരുങ്ങും. അപ്പോഴാണെങ്കിൽ കറക്റ്റായിട്ട് നമ്മുടെ ഷിന്യുവിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിലെ അവനും അവിടേക്ക് വരും. അവൻ വന്നിട്ട് ചോദിക്കും, നിങ്ങളിപ്പോൾ എവിടേക്കാണ് പോകുന്നത്? ഞാനും ഇവിടെ ഒറ്റയ്ക്കാണ്, നമുക്ക് ഒരുമിച്ച് ഇത് എൻജോയ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരുടെ നല്ല കാര്യമായിട്ട് നല്ലൊരു ടൈം സ്പെൻഡ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ ഷിനുവിൻ്റെ അമ്മയാണെങ്കിൽ തിരിച്ച് വീട്ടിൽ വരുന്നത്. എന്നിട്ടാണെങ്കിൽ നോക്കുമ്പോൾ എന്തോ അവൻ്റെ അച്ഛനാണെങ്കിൽ അവിടെ സെറ്റിയിൽ കിടന്ന് ഉറങ്ങുവാണ്. അങ്ങനെ അവരാണെങ്കിൽ ഇവരുടെ അച്ഛനെ കുറേ വഴക്ക് പറയും. എന്നിട്ട് പറയും, എനിക്കിങ്ങനെ പോവുകയാണെങ്കിൽ ഡിവോഴ്സ് വേണോ എന്ന്. അവസാനം നമ്മുടെ ഷിനുവിൻ്റെ അച്ഛൻ പറയും, നിനക്ക് എന്താണോ വേണ്ടത് അതെല്ലാം ഞാൻ തരാൻ റെഡിയാ എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഷിന്യു ആണെങ്കിൽ നേരെ ആ മുത്തശ്ശിനെ കാണാൻ വരുന്നതാണ്. എന്നിട്ട് അവരുടെ കയ്യിലായിട്ട് ആ പെട്ടിയും എടുത്തു കൊടുക്കും. അപ്പോൾ അവർ ചോദിക്കും, നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇടയിൽ എന്തെങ്കിലും അടിയുണ്ടായോ? അപ്പോൾ നമ്മുടെ ഷിന്യു പറയും, ഈ പെട്ടീനെ ഞങ്ങൾക്ക് ആവശ്യമില്ല, അവളാണെങ്കിൽ ഇത് എവിടെയെങ്കിലും കൊണ്ട് കളാന്ന് പറഞ്ഞിട്ട് എൻ്റെ കയ്യിലാണ് കൊണ്ടു തന്നത്, ഇനി ഇത് നിങ്ങൾ വെച്ചോ. അപ്പോൾ ആ മുത്തശ്ശി പറയും, നിങ്ങൾക്കിടയിൽ ഇങ്ങനെ എപ്പോഴും പ്രശ്നങ്ങളുണ്ടാകും, സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് അറിഞ്ഞൂടാത്തൊരു കാര്യമുണ്ട്, നിങ്ങൾ രണ്ടുപേരും പണ്ട് തൊട്ടേ ഒന്നിക്കേണ്ടവരാണ്. ഇത് കേൾക്കുന്നേ നമ്മുടെ ഷിന്യു പറയും, അങ്ങനെയൊന്നുമില്ല, ഞങ്ങൾക്കിടയിൽ പ്രേമവും കുന്തമൊന്നുമില്ല, ഞങ്ങൾക്ക് രണ്ടുപേർക്കിടയിൽ ഇപ്പോൾ വെറുപ്പ് മാത്രമേ ഉള്ളൂ, ഇതെവിടെയെങ്കിലും കൊണ്ട് കളയാനാണ് അവൾ പറയുന്നതെന്ന് പറയും. അവസാനം ആ മുത്തശ്ശിയാണെങ്കിൽ സജസ്റ്റ് ചെയ്യും, അതായത് ഇതങ്ങനെ എവിടെയെങ്കിലും കൊണ്ട് കളയാൻ പറ്റത്തില്ല, ഇത് നിനക്ക് എവിടെ നിന്നാണോ കിട്ടിയത് അവിടെ തന്നെ കൊണ്ടുപോയി വിടണം, ഇല്ലാന്നുണ്ടെങ്കിൽ വലിയ ദുരന്തം വരുമെന്ന്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ ജോയിനെയാണ്. അവളാണെങ്കിൽ ഇപ്പൊ അവിടെ ഇരുന്നിട്ട് മെഡിറ്റേഷൻ ചെയ്യുമായിരുന്നു. അവക്കാണെങ്കിൽ നമ്മുടെ ഷിന്നുവിനെ മറക്കണം. അങ്ങനെ അവളാണെങ്കിൽ ഓരോന്ന് ചെയ്യും. കൂട്ടത്തിൽ തന്നെ അവൾ വിചാരിക്കും, ഇവന്റെ നമ്പർ ഞാൻ ആദ്യമേ അങ്ങ് ഡിലീറ്റ് ആക്കി കളയേണ്ടതായിരുന്നു എന്ന്. അങ്ങനെ അവൾ അത് ഡിലീറ്റ് ആക്കാനൊരുങ്ങും. അതേ സമയത്ത് തന്നെ നമ്മുടെ ആ മുത്തശ്ശി വിളിക്കും. എന്നിട്ട് പറയും, ഷിന്നു നിന്റെ വീടിന്റെ പുറത്തായിട്ട് വന്ന് നിൽപ്പുണ്ട്, നിങ്ങൾ രണ്ടുപേരോട് ചേർന്നിട്ട് ആ ബോക്സിനെ എവിടെ നിന്നാണോ കിട്ടിയത് അവിടേക്ക് തന്നെ കൊണ്ടുപോയി വെക്കണം എന്ന്. അങ്ങനെ നമ്മുടെ ജോയ ആണെങ്കിൽ ഷിന്നുവിനെ കാണാൻ വേണ്ടിയിട്ട് വരും. അപ്പോൾ അവൻ പറയും, ഇത് നമ്മൾ രണ്ടുപേരും തന്നെ കൊണ്ടുപോയി വെക്കേണ്ടതായിട്ടുണ്ട്. അവസാനം രണ്ടുപേരോട് തീരുമാനിച്ചിട്ട് ആ കാട്ടിലായിട്ട് വരും. അവിടെ നമ്മുടെ ജോയാണ് ഈ പെട്ടിയും പിടിച്ചുകൊണ്ട് നടക്കുന്നത്. അങ്ങനെ അവൾ നടക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ ഷിന്നുവിൻ്റെ അടുത്ത് ഓരോരോ കാര്യങ്ങൾ ചോദിക്കും. അവൾ പറയും, എന്നാലും നീ ആ ഫോട്ടോസ് കണ്ടതല്ലേ, നമ്മുടെ രണ്ടുപേരുടെയും ഫോട്ടോസ്, അത് കണ്ടിട്ട് നിനക്ക് എങ്ങനെയാണ് തോന്നിയത്? ഇത് കാണുന്നേ നമ്മുടെ ഷിന്നു പറയും, എനിക്കിത് കണ്ടപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായി, നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് ഒരുപാട് സമയം ചെലവിട്ടിട്ടുണ്ട് എന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ ചോദിക്കും, നീ ഇപ്പം എന്തോ പറഞ്ഞത്? അപ്പോൾ നമ്മുടെ ഷിന്നു പറയും, അതൊന്നുമില്ല, എന്തായിരുന്നാലും
ഈ ഫോട്ടോ എടുക്കുന്ന ആൾ നമ്മുടെ പുറകെ തന്നെ ഉണ്ട്, അയാൾ ചിലപ്പോൾ നമ്മുടെ പുറകെ ഇപ്പോഴും ഫോളോ ചെയ്യുന്നുണ്ടായിരിക്കും എന്നും പറഞ്ഞിട്ട് നടക്കും. പെട്ടെന്ന് തന്നെ നമ്മുടെ ജോയ് ആണെങ്കിൽ അവിടുത്തെ ഒരു വള്ളിയിൽ തട്ടിയിട്ട് തെറിച്ചങ്ങ് വീഴും. ആ ബോക്സും അങ്ങ് പൊട്ടിപ്പോവും. നോക്കുമ്പോൾ എന്തുവാ അതിൻ്റെ അകത്തായിട്ട് വേറെ ഒരു ബുക്കുണ്ട്. അതെന്ന് വെച്ച് ഞാൻ ബ്ലാക്ക് മാജിക്കിൻ്റെ ബുക്കായിരുന്നു. ഇത് കാണുന്നേ നമ്മുടെ ജോ ഭയങ്കര ഷോക്കാകും. അപ്പോൾ നമ്മുടെ ഷിന്യു പറയും, ഇനിയിപ്പോൾ നമ്മൾ അതൊക്കെ നോക്കിയിട്ട് എന്തിനാ, അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലാക്ക് മാജിക് അല്ലേ, നീ അത് വായിക്കാനൊന്നും നിൽക്കേണ്ട. നമ്മുടെ ജോ ജസ്റ്റ് ഒന്ന് തിരിച്ചു നോക്കുന്നതും അവൾക്കത് കാണുന്നതേ പേടിയാവും. അപ്പോൾ അവൾ പറയും, എന്തായിരുന്നാലും നമുക്ക് ഇത് എവിടെ നിന്നാണോ കിട്ടിയത് അവിടെ തന്നെ കൊണ്ടുവയ്ക്കാം. അങ്ങനെ നമ്മുടെ ഷിന്യു ആണെങ്കിൽ 100 ഹൗസ് ഇല്ലേ അതിൻ്റെ അടുത്തായിട്ട് വന്നിട്ട് ഇത് എവിടെ നിന്നാണ് കിട്ടിയെന്നുള്ള സ്ഥലം തിരഞ്ഞു നോക്കും. പെട്ടെന്ന് തന്നെ നമ്മുടെ ജോയ്ക്കാണെങ്കിൽ ഒരു സൗണ്ട് കേൾക്കും. എന്നാൽ ആ സൗണ്ട് നമ്മുടെ ഷിന്യു കേൾക്കത്തില്ല. അതേപോലെ തന്നെ രണ്ടാമത് സൗണ്ട് കേൾക്കും. അപ്പോഴും രണ്ടുപേരും കേട്ടായിരുന്നു. പെട്ടെന്ന് തന്നെ നമ്മുടെ ജോ ഭയങ്കരമായിട്ടും പേടിച്ചു പോകും. അവളാണെങ്കിൽ പേടിച്ച് നിൽക്കുന്നേ നമ്മുടെ ഷിന്യു വന്ന് അവളെ കെട്ടിപ്പിടിച്ചിട്ട് പറയും, വേണ്ട നീ തിരിഞ്ഞു നോക്കണ്ട എന്ന് പറഞ്ഞിട്ട് അവളുടെ മുഖം തിരിച്ചു പിടിക്കും. അവിടെയായിട്ട് എന്തോ ഒരു സംഭവം ഉണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ നമ്മുടെ ജോ തിരിഞ്ഞു നോക്കുമ്പോൾ എന്തോ അവിടെയായിട്ടൊരു പാവക്കുട്ടീനെ കെട്ടി തൂക്കി ഇട്ടേക്കുവാണ്. അത് കാണുന്നത് നമ്മുടെ ജോ ഭയങ്കര ഷോക്കാകും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കച്ചിയിൽ കെട്ടിയിട്ട് ആ പാവക്കുട്ടിയില്ലേ അതിനകത്ത് ഇട്ടിരിക്കുന്ന ഡ്രസ്സ് തന്നെ നമ്മുടെ ജോയുടെ കാണാതെ പോയ ഒരു ഡ്രസ്സില്ലായിരുന്നു, അത് തന്നെയാണ്. അതിൻ്റെ ഫ്രണ്ടിലായിട്ട് നമ്മുടെ ഷിനുവിൻ്റെ പേര് എഴുതിയിട്ട് നെഞ്ചത്തായിട്ടൊരു വാളും കുത്തി വെച്ചിട്ടുണ്ട്. ഇത് കാണുന്നത് നമ്മുടെ ജോ പറയും, ഇത് ബ്ലാക്ക് മാജിക് തന്നെയാ എന്ന്. പെട്ടെന്ന് തന്നെ നമ്മുടെ ഷിന്യു ആണെങ്കിൽ പോലീസിനെയൊക്കെ വിളിക്കും. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴീ സിറ്റുവേഷൻ ഭയങ്കര വലുതായിക്കൊണ്ടിരിക്കുമല്ലായിരുന്നോ. അങ്ങനെ പോലീസ് വന്നിട്ട് റിപ്പോർട്ടൊക്കെ എടുക്കും. സത്യം പറഞ്ഞാൽ നമ്മുടെ ജോ ഭയങ്കരമായിട്ടും പേടിച്ചു പോയായിരുന്നു. അവളാണെങ്കിൽ ഷിനുവിൻ്റെ അടുത്ത് ചോദിക്കും, എന്നാലും ആരായിരിക്കും നമുക്കെതിരെ ഇങ്ങനെയൊക്കെ ചെയ്തത്, എനിക്ക് ഭയങ്കര പേടിയാവുന്നുണ്ട്, ആ ബ്ലാക്ക് മാജിക് എങ്ങാണം ഇനി സത്യമാവോ എന്ന് ആലോചിച്ചിട്ട്. അപ്പോൾ നമ്മുടെ ഷിന്യു പറയും, നീ അതാലോചിച്ച് ടെൻഷൻ അടിക്കണ്ട, അതാരാണോ ചെയ്തത് അവരെ വേണം നമ്മൾ ഇനി പേടിക്കാൻ. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ ഷിന്യു ആണെങ്കിൽ ജോയിനെ കൊണ്ടൊരു കടയിൽ വരുന്നത്. എന്നിട്ട് അവൾക്ക് വേണ്ടിയിട്ടുള്ള സേഫ്റ്റി ആയിട്ടുള്ള എല്ലാ സംഭവങ്ങളും വാങ്ങിച്ചു കൊടുക്കും. അതായത് പെപ്പർ സ്പ്രേ അങ്ങനെയുള്ള ഓരോ സാധനങ്ങൾ. എന്നിട്ട് അവനാണെങ്കിൽ നമ്മുടെ ജോയിനെ കൊണ്ട് അവളുടെ വീട്ടിലായിട്ട് ഡ്രോപ്പ് ചെയ്യും. എന്നിട്ട് അവൻ പറയും, എനിക്കിന്ന് പോകാനേ തോന്നില്ല, ഞാൻ ഇന്ന് ഇവിടെ തന്നെ സ്റ്റേ ചെയ്തോട്ടെ, നിന്റെ ഡോറിൻ്റെ പാസ്വേഡ് മാറ്റിയിട്ടുണ്ട്, അതേപോലെ തന്നെ ജനലൊക്കെ സ്ട്രോങ് ആണോ എന്ന് നോക്കിയിട്ടുണ്ട്, എന്തൊക്കെയായിരുന്നാലും എനിക്കൊരു സമാധാനവും ഇല്ല, ഞാൻ ഇവിടെ നിന്നോട്ടെ എന്ന് പറയും. അപ്പോൾ നമ്മുടെ ജോ പറയും, അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല, താഴെ വണ്ണുണ്ടല്ലോ, അവനെ എന്തെങ്കിലും സഹായം വേണ്ടി വന്നാൽ ഞാൻ വിളിച്ചോളാം എന്ന്. അപ്പോൾ നമ്മുടെ ഷിന്യു പറയും, അങ്ങനെ നീ വിളിക്കുന്ന സമയത്ത് അവനവിടെ ഇല്ലെങ്കിലോ? അപ്പോൾ ജോ പറയും, ഇല്ല എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റും, എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരുപാട് സേഫ്റ്റിയുടെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, ഞാൻ അതൊക്കെ വെച്ചിട്ട് എങ്ങനെയെങ്കിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്തോളാം. ഇതൊക്കെ കേൾക്കുന്നതും നമ്മുടെ ഷിന്യു ആണെങ്കിൽ ഭയങ്കരമായിട്ട് വറീഡ് ആവാൻ തുടങ്ങും. അപ്പം നമ്മുടെ ജോ സംസാരിക്കാൻ വരുന്നതും ഷിന്യു പറയും, എനിക്കറിയാം നീ ഇപ്പം എന്താ പറയാൻ പോകുന്നതെന്ന്, എന്നെപ്പറ്റി ഇത്രയും കെയർ ചെയ്യേണ്ട എന്നല്ലേ. അപ്പോൾ നമ്മുടെ ജോ പറയും, അല്ല നീ എന്നെപ്പറ്റി ഇത്രയും കെയർ ചെയ്തതിൽ എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് എന്ന് പറഞ്ഞിട്ട് അവൾ ഭയങ്കരമായിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് കാണിക്കും. ഉടനെ തന്നെ നമ്മുടെ ഷിന്യു പറയും, നിനക്ക് ഇത്രയ്ക്ക് സന്തോഷമായി എന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെ ഒരു ഡേറ്റിന് വന്നൂടെ. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന അടുത്ത ദിവസം നമ്മുടെ ജോയും അതേപോലെ തന്നെ ഷിന്യുവും കൂടി ഒരു ഡേറ്റിന് വരുന്നതാണ്. അവിടെയാണെങ്കിൽ നമ്മുടെ ജോയ്ക്ക് ഒരു മനസ്സമാധാനം ഇല്ലായിരുന്നു. അവൾ പറയും, എനിക്ക് തോന്നുന്നത് നമ്മുടെ ഫോട്ടോ ആരോ നമ്മുടെ പുറകിൽ നിന്നിട്ട് എടുക്കുന്നത് പോലെ. അപ്പോൾ ഷിന്യു പറയും, എനിക്കും അങ്ങനെ തന്നെ തോന്നുന്നത്, എടുക്കുന്നവർ ഫോട്ടോ എടുക്കട്ടെ എന്നും പറഞ്ഞിട്ട് അവരാണെങ്കിൽ അവരുടെ ഡേറ്റ് നല്ലതുപോലെ എൻജോയ് ചെയ്യും. അങ്ങനെ ഇവരൊരു പാർക്കിലൊക്കെ പോകും. അവിടെയാണെങ്കിൽ നല്ല ഹൈറ്റ് ഉള്ളൊരു സ്ഥലം ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ നമ്മുടെ ഷിന്യുവിന് ഹൈറ്റ് എന്ന് വെച്ചാൽ ഭയങ്കര പേടിയാണ് കേട്ടോ. അവിടെ നമ്മുടെ ജോയ് ആണെങ്കിൽ അവനെ അതിൻ്റെ പേരിൽ കളിയാക്കും. കൂട്ടത്തിൽ തന്നെ അവൾ പറയും, നീ എന്തൊക്കെ പറഞ്ഞാലും നല്ലൊരാളാണ്. എന്നിട്ട് അവൾ ചോദിക്കും, സത്യം പറ, നീ എന്നെ അന്ന് കിസ് ചെയ്തത് എന്തിൻ്റെ പേരിലാണ്? അപ്പോൾ നമ്മുടെ ഷിന്യു പറയും, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിടയിലുള്ള ആ മന്ത്രം വർക്കൗട്ട് ആകില്ല എന്നറിഞ്ഞിട്ടും എനിക്ക് നിൻ്റെ അടുത്തുള്ള ഫീലിങ്സിൽ ഒരു മാറ്റവും വന്നിട്ടില്ല, എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്. ഇത് കേൾക്കുന്നേ ജോ പറയും, നീ എന്നെ ഇങ്ങനെ ഭയങ്കരമായിട്ട് കൺഫ്യൂസ് ആക്കുവാണ്, എന്നെ ഇങ്ങനെ നോക്കുമ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് കൺഫ്യൂസ്ഡ് ആവുന്നുണ്ട്. സത്യം പറഞ്ഞാൽ യൂനെയും ഞാനും നല്ല ഫ്രണ്ട്സ് ഒന്നും അല്ല, പണ്ടും അവൾ എൻ്റെ അടുത്ത് അടി കൂടിയത് അവളുടെ ബോയ് ഫ്രണ്ടിനെ തട്ടിയെടുത്തു എന്ന്. യഥാർത്ഥത്തിൽ എനിക്ക് അങ്ങനെ ഒരു ക്യാരക്ടർ ആവാൻ വയ്യ, അതുകൊണ്ട് നീ യൂനയുമായിട്ട് വീണ്ടും പാച്ചപ്പ് ആവണം എന്നൊക്കെ അവൾ പറയും. സത്യം പറഞ്ഞാൽ ഇവിടെ നമ്മുടെ ഷിന്യുവും അതേപോലെ തന്നെ ജോയും കൂടിയൊക്കെ ആ ഇവരെ പിന്തുടർന്ന് ഫോട്ടോ എടുക്കുന്ന ആളില്ലേ, അയാൾ നല്ല ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ക്ലോസ് ആയിട്ടൊക്കെ നിൽക്കുന്നത്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ദിവസമാണ്. അവിടെയായിട്ട് നമ്മുടെ ജോയ് ആണെങ്കിൽ ഇപ്പോൾ ഓഫീസിലിരിക്കുവാണ്. അവിടെ കൂടെ തന്നെ വർക്ക് ചെയ്യുന്ന കൊളീഗ് നല്ലതുപോലെ ഒരുങ്ങിയിട്ട് അവരുടെ കൂടെ ഇരിക്കുന്ന കൊളീഗിൻ്റെ അടുത്ത് ചോദിക്കും, ഞാനിപ്പോൾ നന്നായിട്ടിരിക്കുമല്ലേ, ഞാനാണെങ്കിൽ ഷിനുവിൻ്റെ ഓഫീസ് വരെ പോവുകയാണ് എന്ന്. അങ്ങനെ അവൾ വേഗം തന്നെ ഓഫീസിലോട്ട് പോവും. എന്നിട്ട് തിരിച്ച് വന്നിട്ട് പറയും, ഇന്ന് ഷിന്നു വന്നിട്ടില്ല എന്ന്. സത്യം പറഞ്ഞാൽ ഈ പെണ്ണ് ഭയങ്കര കിടിലമായിട്ട് ഒരുങ്ങിയിട്ടൊക്കെ പോകുന്നത് എന്താണെന്നറിയാവോ? നമ്മുടെ ഷിന്നുവിൻ്റെ എക്സ് ഗേൾ ഫ്രണ്ട് ആയിട്ടുള്ള യൂനയില്ല, അവളിപ്പോൾ ആ ഓഫീസിൽ വരുന്നില്ലല്ലോ. അപ്പോൾ അവൾ അങ്ങ് അസ്യൂം ചെയ്യും, അതായത് ഇവർ രണ്ടുപേരും ഇപ്പോൾ ബ്രേക്കപ്പ് ആയി കാണും എന്ന്. അപ്പോൾ നമ്മുടെ ജോയി നല്ല ക്യൂരിയസ് ആയിരുന്നു, എന്തുകൊണ്ടാണ് ഷിന്നു ഒന്നും വരാത്തത് എന്ന്. അവനാണെങ്കിൽ എന്തോ വയ്യായികയായിട്ട് ഇപ്പോൾ വീട്ടിൽ കിടക്കുക എന്ന് അറിയുന്നത്. ഇത് കേൾക്കുന്നേ നമ്മുടെ ജോയങ്ങ് ഒരുമാതിരിയായി പോവും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ വേറൊരു പ്രോഗ്രാമിൻ്റെ കാര്യമായിട്ട് സന്ധ്യയ്ക്ക് ഒരു സ്ഥലത്ത് വരുന്നതാണ്. നമ്മുടെ ജോയിക്ക് അസിസ്റ്റൻ്റ് ആയിട്ട് വേറൊരാളും ഉണ്ട്. അയാൾ
അവിടെ നിന്ന് കാര്യമൊക്കെ പറഞ്ഞിട്ട് വേഗം തന്നെ ഒരു സാധനം എടുക്കാൻ വേണ്ടി അകത്തോട്ട് പോകും. ആ കൂട്ടത്തിൽ നമ്മുടെ ജോയ് ആണെങ്കിൽ ഫോണിനകത്ത് ഇങ്ങനെ ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നത് പെട്ടെന്ന് തന്നെ അവിടുത്തെ കറണ്ട് അങ്ങ് പോകും. സത്യം പറഞ്ഞാൽ നമ്മുടെ ജോ ഭയങ്കരമായിട്ട് പേടിച്ചു പോയായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ഇപ്പോൾ അവളുടെ പുറകെയായിട്ട് ആരോ ഒരാൾ നടക്കുന്നുണ്ടല്ലോ. അതിൻ്റെ കൂട്ടത്തിൽ അവൾക്കൊരു അൺനോൺ നമ്പറിൽ നിന്ന് കോളും വരും. അവൾ അങ്ങനെ അത് അറ്റൻഡ് ചെയ്യും. എന്നാൽ ബാക്കിൽ നിൽക്കുന്ന ആൾ ഒന്നും സംസാരിക്കത്തില്ല. സത്യം പറഞ്ഞ് ഇത് കാണുന്നത് നമ്മുടെ ജോ ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോവും. അവളങ്ങനെ വേഗം തന്നെ അവിടെ നിന്ന് ഇറങ്ങി നടക്കാനായിട്ടിരുങ്ങും. അവളുടെ കൂടെ ഉണ്ടായിരുന്ന ആളിനെ ഇപ്പോൾ കാണുന്നില്ലായിരുന്നു. അവളങ്ങനെ നടന്നു പോകുന്നതും വേഗം വീണ്ടും ആ കോള് വരും. അവൾ ആ കോൾ അറ്റൻഡ് ചെയ്യത്തില്ല. അങ്ങനെ നടന്നു പോകുന്ന അവൾ അവിടെ ആയിട്ടൊരു മരത്തിൽ തട്ടിയിട്ട് പെട്ടെന്ന് അങ്ങ് താഴെ വീഴും. നോക്കുമ്പോൾ എന്തുവാ, ഒരു ഹൂഡി ഇട്ട ആൾ ഇങ്ങനെ നടന്നു വരുവാണ്. സത്യം പറഞ്ഞാൽ നമ്മുടെ ജോയിയുടെ മൈൻഡിൽ കൂടി പല കാര്യങ്ങൾ പോകും. നമ്മുടെ ഷിന്യുവിന് ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അതായത് ഇവളുടെ ഡ്രസ്സ് എടുക്കാനുള്ള ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത് നമ്മുടെ ആ വണ്ണിനല്ലേ. ഇനി അവൻ എങ്ങാണോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തത് എന്ന് നമ്മുടെ ജോയും അതൊക്കെ ഇരുന്ന് ആലോചിക്കും. അതായത് ഇനിയിപ്പോൾ അവളെ ഫോളോ ചെയ്യുന്നത് ഇനി ആ വണ്ണ് വല്ലതും ആണോ എന്ന്. ഇപ്പോൾ സത്യം പറഞ്ഞാൽ അവളെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾ ഏതോ ഒരു ഹൂഡി ഇട്ടിട്ടാണ് വരുന്നത്. അയാളുടെ നിഴൽ ഇങ്ങനെ അവളുടെ അടുത്തേക്ക് നടന്നു വരുന്നതായിട്ട് കാണിക്കും. നമ്മുടെ ജോ ഭയങ്കരമായിട്ടും പേടിച്ചു പോകും. ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു. ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നെന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ഇറ്റ്സ് സൈനിങ് ഓഫ് MDC.